ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിർണായക ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കഴിഞ്ഞ 16 മാസത്തിനിടയിലെ ഇരുവരുടെയും ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും ഈ കൂടിക്കാഴ്ച നിർണായകമാകും എന്നതാണ് വിലയിരുത്തൽ. ഇന്ത്യൻ സമയം 6:15 കൂടിയാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. അപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇനി അവശേഷിക്കുന്നത്. അപ്പോൾ G7 ഉച്ചകോടിയിൽ ലോക നേതാക്കളുമായി തുടർച്ചയായ കൂടിക്കാഴ്ചകൾ നടത്തി ഇന്ത്യയുടെ നയതന്ത്ര ശക്തി വീണ്ടും തെളിയിക്കുകയാണ് പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കാണുന്നു. ബ്രിട്ടൻ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. വ്യാപാര കരാർ, ഊർജ്ജ സുരക്ഷ, പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം, ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചകൾ പ്രധാനമായും ഇടം പിടിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല ഊർജ്ജ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് ഈ കൂടിക്കാഴ്ച പുതിയ ദിശ നൽകുമെന്ന പ്രതീക്ഷയും ഒക്കെ ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് ചർച്ചാ വിഷയങ്ങളെന്ന് നോക്കിയാൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, കൃത്രിമ ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തങ്ങൾ, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ ട്രംപിനെ ഇരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചില ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. G7 ഉച്ചകോടിക്കിടെ ആഗോള കടൽ സുരക്ഷാ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്ക ശക്തമായി തന്നെ പ്രധാനമന്ത്രി ഉന്നയിച്ചു. സമുദ്രപാതകളിൽ നടക്കുന്ന ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണിയും വിവിധ രാജ്യങ്ങളുടെ വ്യാപാരത്തെയും സാമ്പത്തിക സംവിധാനങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്ന കാര്യം മോദി ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങളുടെ ആഘാതം ഇന്ത്യക്കും നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ ബാധിച്ച കടൽ സുരക്ഷാ പ്രശ്നങ്ങളുടെ ഗൗരവം അദ്ദേഹം ലോക നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ലോകവ്യാപകമായി കടൽ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും സംബന്ധിച്ച ചർച്ചകൾക്കിടയിലായിരുന്നു രാജ്യത്തിന്റെ നിലപാട് മോദി അവിടെ വിശദീകരിച്ചത്. ഒമാൻ തീരത്തിന് സമീപം US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഇതിൽ മോദി പ്രതികരിക്കുന്നില്ല എന്നത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആ കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ ട്രംപിനെ ഇരുത്തിക്കൊണ്ട് മോദി സംസാരിപ്പിച്ചത്, ആ കാര്യം പരാമർശിച്ചത്. ട്രംപിനെ കൂടാതെ മറ്റ് രാഷ്ട്രത്തലവന്മാരും ഉണ്ടായിരുന്ന ഒരു വേദിയിലായിരുന്നു മോദിയുടെ ഈ പരാമർശങ്ങൾ. എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ആഗോള വിതരണ ശൃംഖലയിൽ കടൽപാതകൾ നിർണായകമാണ് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള സുരക്ഷ എന്നത് കരയിലോ അതിർത്തികളിലോ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലെന്നും സമുദ്ര സുരക്ഷയും അതിന്റെ പ്രധാന ഭാഗമാണ് എന്നതും മോദി ചൂണ്ടിക്കാട്ടി. കടൽ മേഖലകളിലെ ഭീഷണികളെ നേരിടാൻ രാജ്യങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റവും സുരക്ഷാ സഹകരണവും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും പക്ഷത്താണ് എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ഏതായാലും ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഉച്ചകോടിയിലെ ഈ പരാമർശം എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പുറമെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും ഇന്ന് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവകളെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. എങ്കിലും സമീപകാല ചർച്ചകളിൽ ചില പുരോഗതി കൈവരിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. G7 ഉച്ചകോടിക്കിടെ എന്തായാലും അന്തിമ വ്യാപാര കരാർ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണെങ്കിലും അത് ഒരു ധാരണയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടക്കാല വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യ പ്രത്യേക തീരുവ ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ട്രംപിന്റെ സമീപനം എന്ത് എന്നതുകൂടി അറിയാൻ കഴിയും. മോദി മൈ ഫ്രണ്ട് എന്നത് എപ്പോഴും ട്രംപ് പറയുന്ന കാര്യമാണ്. എന്നാൽ ആ ബന്ധത്തിൽ ചില വിള്ളലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം കൂടി G7 ഉച്ചകോടിക്കിടെ ഉണ്ടാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ രാജ്യം ഉറ്റുനോക്കുമ്പോഴാണ് പതിവിന് വിപരീതമായി ഇരുവരും തമ്മിൽ ഹസ്തദാനത്തിലും ചെറുചിരിയിലും ആ കൂടിക്കാഴ്ചയുടെ സ്വാഗതം പറയൽ ഒതുങ്ങുന്നത് നമ്മൾ കണ്ടത്. സാധാരണയായി ഇരുവരും തമ്മിൽ ആലിംഗനം ചെയ്തായിരുന്നു പരസ്പരം സ്വാഗതം ചെയ്തിരുന്നത്. എന്നാൽ അതിന് വിപരീതമായിരുന്നു ഇന്നലത്തെ കാഴ്ചകൾ. ഇരുവർക്കുമിടയിലുണ്ടായ സൗഹൃദ ചിഹ്നമായ മോദി ട്രംപ് ഹഗ് ഉണ്ടായില്ല എന്നത് ഏറെ ശ്രദ്ധേയമായി. ട്രംപ് ഇരിക്കുന്നിടത്തേക്ക് മോദി എത്തുകയും ഹസ്തദാനം ചെയ്ത് ചിരിച്ച ശേഷം ചെറു സംഭാഷണത്തിൽ കാര്യങ്ങൾ ഒതുക്കി അവരവരുടെ സീറ്റിലേക്ക് മടങ്ങുകയായിരുന്നു.
ഗ്രൂപ്പ് ഫോട്ടോയിലും ഇരുവർക്കുമിടയിലെ വിടവ് വ്യക്തമായിരുന്നു. പരസ്പരം അകലം പാലിക്കാൻ ഇരുവരും ശ്രദ്ധിക്കുന്നത് പോലെയാണ് ആ ഫോട്ടോ സെഷനിലും കാര്യങ്ങൾ പ്രകടമായിരുന്നത്. മോദിയുടെ തൊട്ടടുത്തുകൂടി ട്രംപ് നടന്നു പോകുന്നതും കാണാം. സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമായ അകൽച്ച എന്ന രീതിയിൽ വലിയ ചർച്ചകൾ കൂടി നടക്കുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ, തീരുവ യുദ്ധം, ഒമാൻ തീരത്തെ കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി വാഷിംഗ്ടൺ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ ആണ് ഇരുവരും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നത്. വ്യാപാര കരാർ ഉൾപ്പെടെ നമുക്ക് നിർണായകമാണ്. ഇരു രാഷ്ട്രങ്ങളും പരസ്പരം സഹകരിച്ചു പോകേണ്ടവരാണ്. അതിനുള്ള വഴി തുറക്കുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച 6:15 അതിന്റെ വിവരങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.